കോൺഗ്രസ് വക്താവ് തുടർച്ചയായിട്ട് ഇങ്ങനെ ആവേശം കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ മറ്റേത് പാടുവോ, വാർഡിൽ പാടുവോ? പഞ്ചായത്തിലും വാർഡിലും എവിടെയും പാടാൻ പോകുന്നില്ല. നിങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ കൊതിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. നിങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാടി, വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞുകൊണ്ട് ഉത്തരവ് കൊടുത്തു, സവർക്കർക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നു, സവർക്കറെ മഹത്വവൽക്കരിക്കുന്നു, സതീശൻ പോയിട്ട് നിങ്ങളുടെ മറ്റേ RSSൻ്റെ ആചാര്യൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്തുന്നു, RSSൻ്റെ നേതാവിനെ പിടിച്ചിട്ട് നിങ്ങളുടെ സർക്കാർ വക്കീലാക്കുന്നു. ഇതൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. നിങ്ങളുടെ ഭരണകാലത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ ആരൊക്കെയാ? ശശികല വരുന്നു, RV ബാബു വരുന്നു, മറ്റേ ഷാജൻ സ്കറിയ വരുന്നു. ഇവരെല്ലാം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസ് ചുറ്റിപ്പറ്റി കളിക്കുകയാണ്. നേരത്തെ ഇവരെല്ലാം എങ്ങോട്ട് പറഞ്ഞു വിട്ടു? നേരത്തെ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞു വിട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ പിടിച്ച് ഇത്രയും കാലം ജയിലിൽ കിടത്തിയിട്ടുള്ള മറ്റൊരു സംസ്ഥാനം ഉണ്ടാവുമോ? അത് പിണറായി വിജയൻ കേരളം ഭരിച്ചുകൊണ്ട് മാത്രമാണ്. ഈ കേരളത്തിൽ വർഗീയ കാർഡ് ഇറക്കിയിട്ട് കലാപത്തിന് ശ്രമിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ BJPയുടെ ഏറ്റവും ഉന്നതനായ നേതാവിനെ പിടിച്ച് ജയിലിലിട്ട്, അല്ലേ? മറന്നിട്ടില്ലല്ലോ. ഇപ്പോൾ അവരെല്ലാം എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്? ഇപ്പോൾ അത്തരം ആശയങ്ങളെല്ലാം പറയുന്ന ആളുകളെല്ലാം മുഖ്യമന്ത്രി ഓഫീസ് ചുറ്റിപ്പറ്റി കളിക്കുകയാണ്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ PM ശ്രീയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളെന്താ പറഞ്ഞത്? PM ശ്രീ ഇതാ ഒപ്പിട്ടിരിക്കുന്നു, അത് RSSുമായിട്ടുള്ള ഡീലാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം PM ശ്രീ എടുത്ത് അറബിക്കടലിൽ എറിയും എന്നാ പറഞ്ഞത്. അറബിക്കടലിലെ വെള്ളം വറ്റിപ്പോയോ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്. ഇപ്പം പറയുന്നു, അയ്യോ PM ശ്രീ നിങ്ങൾ ഒപ്പിട്ടതാണ്, ഇനി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ പാർലമെൻറ്റിൽ ചോദ്യമുണ്ടായി. പാർലമെൻറ്റിൽ നിങ്ങളുടെ അബ്ദുൽ വഹാബ് തന്നെ ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇവിടെ രേഖാപ്രകാരം കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവാങ്ങാം എന്നാണ് പറഞ്ഞത്. ശിവദാസൻ MP ചോദിച്ച ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് ഉത്തരമായിട്ടും പറയുന്നുണ്ട് പിൻവാങ്ങാം എന്നത്. അപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ MPമാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കേന്ദ്രമന്ത്രിമാർ കൊടുത്ത ഉത്തരം, PM ശ്രീയിൽ ഇന്ന് നടക്കുന്ന ഈ സംവാദം, വിവാദം, അതിന് കൃത്യമായ മറുപടിയുണ്ട്. നിങ്ങൾക്ക് ആളുകളുടെ മുമ്പിൽ പറയാൻ ഈ മറ്റു പല കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ PM ശ്രീ ഇന്ന് പിൻവാങ്ങും എന്ന് പറഞ്ഞ്, അറബിക്കടലിൽ എടുത്തിടും എന്ന് പറഞ്ഞ്, ചവറ്റുകുട്ടിൽ എറിയും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി, വർഗീയ കാർഡ് ഇറക്കി, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വർഗീയ സന്ദേശം പ്രചരിപ്പിച്ചിട്ടാണ് നിങ്ങൾ ജയിച്ചത്. നിങ്ങൾ PM ശ്രീയെ മുൻനിർത്തിയിട്ട് വർഗീയത ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ ഇതെല്ലാം അങ്ങ് വിഴുങ്ങുകയാണ്. ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ അവസാനിപ്പിക്കണം. ഈ ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പലതരത്തിൽ വെല്ലുവിളി നടത്തിയോണ്ട് കാര്യമില്ല. ഞങ്ങൾ അധികാരത്തിൽ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള വർഗീയവാദികളെല്ലാം പിടിച്ച് ജയിലിട്ട അനുഭവമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, TG മോഹൻദാസ്, ഡൽഹിയിൽ സമരം ചെയ്ത പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കണം എന്ന് പറഞ്ഞ മോഹൻദാസിനെ കഴിഞ്ഞ 10-12 ദിവസമായിട്ട് വീട്ടിൽ സുഖമായി കിടന്നുറങ്ങാൻ അനുവദിച്ചു. കേരളത്തിൽ ചോദ്യം കൂടുതൽ ശക്തിപ്പെട്ടപ്പോൾ മാത്രമാണ് ഇന്നിപ്പോൾ മോഹൻദാസിനെ അങ്ങോട്ട് തേടിപ്പോയത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത്. VD സതീശൻ RSSൻ്റെ നേതാവിന് മുന്നിൽ പോയിട്ട് കൊമ്പിട്ട് നിന്നു, അല്ലേ? നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഡൽഹിയിൽ നിർമ്മലാ സീതാരാമനുമായിട്ട് നമ്മുടെ ആരോ ചർച്ച നടത്തിയെന്ന്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ അമിത്ഷായെ പോയി കണ്ടത്, നരേന്ദ്രമോദിയെ കണ്ടതൊന്നും മോശമാണ് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നേരത്തെ മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ, നേരത്തെ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാരെ കണ്ടപ്പോൾ എല്ലാം ഡീലാണ് എന്ന് പ്രചരിപ്പിച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം പ്രചരിപ്പിച്ച ആളുകൾ ഇതിന് മറുപടി പറയണം. എന്തിനാ പ്രധാനമന്ത്രിയെ കാണാൻ പോയത് അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ഇത് അന്തസ്സില്ലാത്ത ഒരുപാട് പ്രചരണമാണ് ഇത്രയും കാലം നടത്തിയത്. രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്ത നിരവധി പ്രചരണങ്ങൾ നടത്തിയിട്ട് ആളുകൾക്കിടയിൽ CPMഉം RSSും ഡീലാണ് എന്നെല്ലാം വരുത്തി തീർത്തു. അതിനാവശ്യമായിട്ടുള്ള പ്രചരണം സംഘടിപ്പിച്ചു, അല്ലേ? എന്നാൽ യഥാർത്ഥ ഡീൽ ഇപ്പോൾ ജനങ്ങൾ കണ്ടു തുടങ്ങി. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ വന്ദേ മാതരം എവിടെയും ഞങ്ങൾ ആലപിക്കാൻ പോകുന്നില്ല. ആലപിക്കുന്ന നിലയിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ എതിർപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എടുത്ത നിലപാട്. അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് അതിന് നേരെ പുഷ്പാർച്ചന നടത്തണം, അത് പൂജിക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ചടങ്ങിൽ വെച്ച് തന്നെ കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്താൻ കഴിഞ്ഞല്ലോ ശിവൻകുട്ടിക്ക്. എന്തുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായും പാടുന്നത് ശരിയല്ല എന്ന് പറയാനാവശ്യമായ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച ഒരു കാര്യത്തിനെതിരായിട്ട് ഒരു നിയമം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് എന്ന് പറയാനുള്ള വിവേകം, രാഷ്ട്രീയ മര്യാദ, അന്തസ്സ്, സത്യസന്ധത നിങ്ങൾ കാണിക്കാതിരുന്നത്, എന്നിട്ട് ന്യായീകരിക്കലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് ഇരട്ടത്താപ്പ്. നിങ്ങൾ പൂർണ്ണമായിട്ടും RSSന് കീഴ്പ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായിട്ടും RSS പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. എന്നിട്ട് ഏറ്റുമുട്ടൽ ഞങ്ങളില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.